കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തത് മനോവിഷമം കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ബസിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവില്ലെന്നും ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനെന്നും ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇവരുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനം. ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ദീപകിന്റെ ആത്മഹത്യ മനോവിഷമം കാരണമെന്ന് പറയുന്നത്. ബസിൽ വെച്ച് 7 വീഡിയോ ഷിംജിത ചിത്രീകരിച്ചു. ബസിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവില്ല. ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. ബസിൽ നടന്ന കാര്യങ്ങൾ, ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനിടയായ സാഹചര്യം എന്നിവ ചോദിച്ചറിയും. ബസിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി എന്നാണ് ഷിംജിത നൽകിയ മൊഴി. എന്നാൽ നിയമവഴി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഷിംജിതയ്ക്കായില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനും സഹായം ലഭിച്ചതായും പോലീസ് സംശയിക്കുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഷിംജിതയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചു. ഇതിനായും കോടതിയുടെ അനുമതി തേടും. ബസ് ജീവനക്കാരുടെ മൊഴിയും ബസിനുള്ളിലെ CCTV ദൃശ്യങ്ങളും ഷിംജിതയ്ക്കെതിരാണ്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഷിംജിത മഞ്ചേരി വനിതാ ജയിലിലാണുള്ളത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.